വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്നും ഞാൻ അതുപോലെ ഒരു വ്യാജ വാർത്തയും അതിലെ സത്യാവസ്ഥ എന്തെന്നുമൊക്കെയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന അമിതാഭ് ബച്ചന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. അദ്ദേഹം ഗുരുതര അവസ്ഥയിലാണെന്നാണ് പോസ്റ്റുകളുടെ അവകാശവാദം എന്ന് പറയുന്നത്. എന്നാൽ പ്രചാരണം തെറ്റാണെന്നും കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2025 ജൂൺ ആദ്യം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള അവകാശവാദം പ്രചരിച്ചിരുന്നു. ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചനെ ഗുരുതരമായ കരൾ തകരാറുകളോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ, അതായത് ICU പ്രവേശിപ്പിച്ചു എന്നായിരുന്നു അന്നത്തെ പ്രചാരണം എന്ന് പറയുന്നത്. ഇതേ ചിത്രങ്ങൾക്ക് സമാനമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ പരിശോധനയിൽ അമിതാഭ് ബച്ചന് ഈയിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയോ ICUവിൽ ആണോ എന്നുള്ള വാദത്തെ ശരിവെക്കുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭ്യമായില്ല. താരത്തിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ചടക്കമുള്ള പോസ്റ്റുകളുമായി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും സജീവമാണ്. കൂടുതലായി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്ന് വെച്ചാൽ 1982 കൂലി എന്ന സിനിമയുടെ സെറ്റിലുണ്ടായ ഒരു അപകടത്തിലുണ്ടായ പരിക്കിനെ തുടർന്ന് ഹെപ്പറ്റൈറ്റിസ് B അണുബാധ മൂലം തന്റെ കരളിന്റെ 75% തകരാറിലായെന്ന് മുൻകാല അഭിമുഖങ്ങളിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് പുതിയതൊന്നുമല്ല. താൻ ഗുരുതര അവസ്ഥയിലാണെന്ന വാർത്തകൾ അമിതാഭ് ബച്ചൻ തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായതിനെ തുടർന്ന് അമിതാഭ് ബച്ചനെ മുംബൈയിലെ കോകിലാബെൻ ആശുപത്രിയിൽ 2024 പ്രവേശിപ്പിച്ചതിന്റെ വാർത്തകളും ലഭിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഈ അടുത്തെങ്ങും തന്നെ ഗുരുതര അവസ്ഥയിൽ അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. എഡിറ്റ് ചെയ്ത ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതോടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നും വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന അമിതാഭ് ബച്ചന്റെ ചിത്രങ്ങൾ അടങ്ങുന്ന പോസ്റ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.